ടെക് ബൈ ഹാർട്ട് എന്ന് പറയുന്ന ഒരു ആശയം ശരിക്കും എങ്ങനെയാണ് ഉണ്ടായത്? ടെക് ബൈ ഹാർട്ട് എന്നുള്ള ആശയമല്ല, 2018 ക്യാമ്പസിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് മറ്റൊരു ഫീൽഡ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഫീൽഡിലേക്ക് പോകാൻ, ഈവൻ ഞാനൊരു മലബാർ ഏരിയയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാമ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മലബാറിലുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വിദേശത്തേക്ക് പോവുക, അവിടെ ജോലി ചെയ്യുക എന്നുള്ളത്. ഈ ഇപ്പോൾ നാട് വിട്ടു പോകാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് ഒരു സപ്പോർട്ട് കുറവുള്ള സമയമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട്, ബേസിക്കലി കമ്പ്യൂട്ടർ IT രംഗത്തായിരുന്നു എനിക്ക് വളരാൻ താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഫാമിലി മൊത്തം മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ബ്രദർ ആയിക്കഴിഞ്ഞോട്ട് ഫാദർ ആയിക്കോട്ടെ, എല്ലാവരും ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഇതിൽ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ടോപ്പ് എൻട്രൻസിൽ പ്രയോറിറ്റി, നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ടോപ്പിൽ ഫസ്റ്റ് കൊടുത്തുന്നത് മെക്കാനിക്കലായിരുന്നു, സെക്കൻഡ് കൊടുത്തിരുന്നത് കമ്പ്യൂട്ടർ. ഫസ്റ്റിലെ ഓപ്ഷൻ തന്നെ കിട്ടിയതുകൊണ്ട് പിന്നെ വേറെ ഓപ്ഷനില്ല, ഇനി ത്രൂ ഔട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ മാറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ IT രംഗത്തായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു, IT തന്നെ പോകാനുമായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 2018 നവംബറിലാണ് എൻ്റെ മുൻ സുഹൃത്ത് ശ്രീനാഥ് ഒരുപാട് കാലത്തിന് ശേഷം ഇങ്ങനൊരു ആശയം കൊണ്ട് വരുന്നൊരു പുതിയൊരു സംരംഭം തുടങ്ങാം, IT രംഗത്ത് നമുക്കൊരു കൺസൾട്ടേഷൻ പോലെ എന്തെങ്കിലും തുടങ്ങാം എന്നുള്ള രീതിയിൽ. അങ്ങനെ സൈബർ സെക്യൂരിറ്റി ആയിരുന്നു അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈബർ സെക്യൂരിറ്റി രംഗത്ത് നമ്മൾ കൊച്ചിയിൽ, അദ്ദേഹം ആ സമയത്ത് കാലിക്കറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മൾ കൊച്ചിയിലും കൂടി എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ സുജിത്ത് പറഞ്ഞ എൻ്റെ സുഹൃത്താണ് എന്നെ ഇങ്ങനെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ പാർട്ട്ണറായിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2018 നവംബറിൽ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു തീരുമാനം പൊതുവേ എൻ്റെ എല്ലാം പെട്ടെന്നാണ്. അതുകൊണ്ട് അന്ന് ഉച്ചക്ക് തന്നെ ഞാൻ തീരുമാനം പറഞ്ഞു നമുക്ക് തുടങ്ങാമെന്ന്. അങ്ങനെ ഒരു മാസം പിന്നെ വീട്ടിൽ ഡിസ്കഷൻ, നമുക്ക് ഇതിനെല്ലാം ക്യാപിറ്റൽ വേണം, തുടങ്ങാൻ എന്തെങ്കിലും ഒരു മൂലധനം എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ വേണം. അതേ ടൈം ഫാമിലിയിൽ നിന്ന് സപ്പോർട്ടില്ല. ബിസിനസ് തുടങ്ങാറുള്ള ഫാമിലി, ഒരുപാട് ആളുകൾ എൻ്റെ ഫാദർ അടക്കം ബിസിനസ് തുടങ്ങി, പിന്നെ കുറേ കഴിഞ്ഞ് നിർത്തേണ്ട അവസ്ഥകളുണ്ടായിരുന്നു. അപ്പോൾ ബിസിനസ് വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. പക്ഷേ ഒരു തീരുമാനം പൊതുവെ എൻ്റെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നടത്തുക എന്നുള്ളതാണ്. തെറ്റായാലും ശരിയായാലും നടത്തുക എന്നുള്ളതാണ്, ആദ്യം ഇറങ്ങുക എന്നുള്ളതാണല്ലോ. തെറ്റാണെങ്കിൽ ഓക്കെ, തെറ്റി നമുക്ക് പോകാമെന്നുള്ള. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ച് 2018 ഡിസംബർ 27 ഞാനും ശ്രീനാഥും ടെക് ബൈ ഹാർട്ട് എന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യുന്നത്. 2018 ഡിസംബർ 27 അതിന് ടെക് ബൈ ഹാർട്ട് എന്നുള്ള പേര് വരാൻ കാരണം, ഞങ്ങൾ അന്ന് കൺസൾട്ടേഷൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈബർ സെക്യൂരിറ്റി 2018 സൈബർ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് ഈവൻ കോളേജുകളിൽ പോലും ആർക്കും അറിയാത്ത സമയമായിരുന്നു. ഈവൻ കേരളത്തിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെങ്ങാണ്ടാണ് അവർ സൈബർ സെക്യൂരിറ്റി ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഈ കൺസൾട്ടേഷൻ എടുക്കണമെങ്കിൽ ഇത് ലോക്കലി ഫൈവറിലും അതുപോലെ തന്നെ മറ്റ് പല സൈറ്റുകളിലും നമുക്ക് അബ്രോഡ് ആളുകളെ കിട്ടും, പക്ഷേ കോസ്റ്റിംഗ് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലോക്കലി ആളെ കിട്ടുന്നത്, അപ്പോൾ സ്കിൽ ഗ്യാപ്പ് സൈബർ സെക്യൂരിറ്റിയിലുണ്ട്. അങ്ങനെ ആ സമയത്ത് സുഭാഷ് ശ്രീനാഥിൻ്റെ സൈബർ സെക്യൂരിറ്റി മെൻറ്ററായിരുന്ന സുഭാഷ് സാർ വഴി നമ്മൾ IIT ഡൽഹിയിൽ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുള്ള ആപ്പി ടെക്നോളജി ലാബിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫ്രാഞ്ചൈസി എടുത്ത് നമ്മൾ കൊച്ചി സെൻട്രൽ തുടങ്ങാമെന്ന് തീരുമാനിച്ച സമയത്ത് അതിനു വേണ്ടി നമുക്കൊരു പേര് വേണം എന്നുള്ളത്, റാൻഡംലി ഒരു പേര്, അതായത് ഒരു ആളുകൾ ഇമോഷണലി ടച്ച് വേണം, കൂടാതെ ഒരു ടെക്നിക്കൽ കണക്ഷൻ കൂടി വേണം എന്നുള്ളൊരു പേര് പറഞ്ഞപ്പോൾ ഒരു 3 പേരായിരുന്നു ഒന്ന് സജസ്റ്റ് ചെയ്തത്. അതിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടൊരു പേര് ടെക് ബൈ ഹാർട്ട് എന്നായതുകൊണ്ട് അത് ഞങ്ങൾക്ക് TCS IBM എന്നൊക്കെ പറഞ്ഞ പോലെ നാളെ ഷോർട്ടാക്കി വിളിക്കാൻ പറ്റുന്നൊരു പേര് TBS എന്ന രീതിയിൽ, അങ്ങനെ രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ സമയത്ത്, നമുക്കൊരു ഡിസംബർ 20-21 സമയത്താണ് നമ്മൾ പേര് ഫൈനലൈസ് ചെയ്ത് എഗ്രിമെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേരും കൂടി വെച്ചാൽ മതി. അപ്പോൾ ആ സമയത്ത് പേര് ടെക് ബൈ ഹാർട്ട് ടെക്നോളജീസ് അല്ല, ടെക് ബൈ ഹാർട്ട് മാത്രമായിരുന്നു, ടെക് ബൈ ഹാർട്ട് പേര് മാത്രമായിരുന്നു ഞങ്ങൾ വെച്ചിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്തു. എനിക്ക് 1.5 മാസം കൊണ്ട് ശ്രീനാഥ് ഇതിന് മുമ്പ് എഗ്രിമെൻ്റൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ ശ്രീനാഥ് സ്ഥലങ്ങളൊക്കെ മേടിച്ച് വെച്ചു, ഓഫീസൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് റെൻ്റൊക്കെ കൊടുത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നത് ശ്രീനാഥ്. അപ്പോൾ നമുക്ക് ഓഫീസൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീനാഥ് കടവന്ത്രയിലെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഹെഡ് ഓഫീസ് 3rd ഫ്ലോർ, ആ ബ്ലാങ്ക് ആയിട്ട്, ഇങ്ങനെയൊന്നുമല്ല, ആ ഫുള്ള് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു അത് വെച്ച്. എന്നിട്ട് പണി തുടങ്ങി. നമുക്കൊന്ന് ഫെബ്രുവരി, നമ്മൾ ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇനോഗ്രേഷന്. അപ്പോൾ ഇനോഗ്രേഷനും കോമഡി ആയിരുന്നു, പണിയൊക്കെ നടക്കുന്നുണ്ട്. പണിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും പണി എടുപ്പിച്ചിട്ടില്ല, അതായത് നമ്മൾ തന്നെ സ്വന്തമായി പണിയെടുക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഈ പണി എടുപ്പിക്കാമെന്ന സമയത്ത് പണിക്കാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് ഭയങ്കര രസമായിരുന്നു. 1.5 മാസം സാധനങ്ങൾ മേടിക്കുന്നതായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളായിക്കോട്ടെ. ആ സമയത്ത് നമുക്ക് ഇനോഗ്രേറ്റ് ചെയ്യാൻ ഒരാളെ വേണം. അത് ഇനോഗ്രേഷൻ വലിയ കോമഡി ആയിരുന്നു ഞങ്ങളുടെ. അതായത് ഇനോഗ്രേഷനിൽ നമ്മൾ
അന്ന് ഇൻഡസ്ട്രിയിലെല്ലാം MP ആയിരുന്നൊരു പി രാജീവ് എന്നുള്ള ഇപ്പോഴത്തെ ഇൻഡസ്ട്രി മിനിസ്റ്റർ ആയിട്ടുള്ള ആളെ കൊണ്ടുവരുന്ന വലിയ ആഗ്രഹമായിരുന്നു ശ്രീനാഥിന് എനിക്കും. അപ്പോൾ ഞങ്ങൾ ഭയങ്കര റെസ്പെക്റ്റായിട്ട് കാണുന്ന ഒരാളും. അപ്പോൾ പുള്ളി എനിക്ക് ഡേറ്റ് തരുന്നത് ഫെബ്രുവരി 18-ന്. ഞാൻ മറ്റന്നാൾ ഫ്രീ ആണ്, മറ്റന്നാൾ ഇനോഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ശ്രീനാഥ് ഞാനിവിടെ അന്ന് കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലേ, കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ശ്രീനാഥ് ഒരാളെ വിളിച്ചു, സിനിമയിൽ നിന്ന് അറിയില്ല, ഒരു ശ്രീനാഥ് സിനിമയായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് സിനിമയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ശ്രീനാഥ് പറഞ്ഞു നമുക്ക് ഒരാളെ വിളിച്ചു നോക്കാണ്ട്. ആരെ വിളിച്ചു? പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ വിളിച്ചു, പറയാം. ശ്രീനാഥ് എല്ലാവരും പറയാമെന്നല്ല, ആരും കൺഫർമേഷൻ തരുന്നില്ലല്ലോ. അപ്പോൾ ശ്രീനാഥ് ഇന്നൊരു കാര്യം ചെയ്യും, കോൺടാക്ട്സുള്ള എല്ലാവരും വിളിക്കാം. അങ്ങനെ ഫോണിലുള്ള എല്ലാവരും വിളിച്ചു. ഞങ്ങൾ കൊല്ലം എത്തുന്നതിന് മുമ്പ് എല്ലാ ആളുകളെയും വിളിച്ചു. 19 വൈകുന്നേരം അപ്പോൾ എല്ലാവരും വരാമെന്നും പറഞ്ഞു. എല്ലാവരും വരാമെന്നു. ഇതാണെങ്കിൽ ഒരു 100 സ്ക്വയർ ഫീറ്റ് സ്ഥലവും വിളക്കും. ആദ്യം ഞങ്ങൾ നാട് മുറിക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ നാട് എത്ര മുറിക്കും, എല്ലാവർക്കും എന്തെങ്കിലും സ്പേസ് കൊടുക്കണ്ടേ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വിളക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. വിളക്കിലാണെങ്കിൽ 6 തിരിയുള്ളൂ. ഇതിപ്പോൾ എന്താ ചെയ്യുക, ആകെ പ്രശ്നമായി. അവസാനം ഫ്ലെക്സ് ഇറക്കി. അതിലൊരു പ്രമുഖ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇതെന്താ അമ്മയുടെ പരിപാടിയാണ്. ഞാൻ ചോദിച്ചെന്നെ തെറിയ വിളിച്ചെന്ന് വെച്ചു. അപ്പോൾ ഈ അമ്മ അസോസിയേഷൻ്റെ പരിപാടിക്ക് വരുമ്പോഴാണ് ഇത്രയും ആളുകളൊരു പരിപാടിക്ക് വരുന്നത്. അപ്പോൾ അമ്മയുടെ പരിപാടിയാണ് ചോദിച്ചാൽ എന്താ ചേട്ടാ ചെറിയൊക്കെ വിളിക്കുന്നത് വെച്ചാൽ, അതിലൂടെ അമ്മ അസോസിയേഷൻ്റെ പരിപാടിയിൽ ഇത്രയും ആളുകൾ അമ്മ അസോസിയേഷനിൽ പോലും വരാറില്ല എന്ന് പറഞ്ഞത്. അവസാനം വിളിച്ച് പറയേണ്ടി വന്നു അവരോട്. ടൈമിങ് കൊടുത്തു. 9 മണി മുതൽ 10 മണി വരെ ഒരു ഉദ്ഘാടനം, 10 മണി മുതൽ 11 മണി വരെ ഒരു ഉദ്ഘാടനം. അതായത് ഒരു ലാബ് വരെ 3 ആളൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഫോട്ടോസിന് വേണ്ടിയിട്ട്. ഫോട്ടോ ഒന്നേ ഉള്ളൂ, പക്ഷേ അത് കോമഡി ആയിരുന്നു. പിന്നെ ഫോട്ടോ വലുപ്പമാകുന്ന പ്രശ്നം. അങ്ങനെ ഇനോഗ്രേഷൻ ഒരു കോമഡി ആയിരുന്നു, പീസായിരുന്നു. കാരണം തിരിയൊക്കെ കുറേ 6 തിരിയുള്ളിടത്തൊക്കെ 8 തിരി വെക്കുക, അങ്ങനെ കുറേ ഇനോഗ്രേഷൻ. അതായത് ഒരു മാസമായിട്ടുള്ള ഒരുപാട് നമ്മളെ സുഹൃത്തുക്കളായി കഴിഞ്ഞാലും നമ്മളെ ബന്ധങ്ങളിലുള്ള ആളുകൾ കഴിഞ്ഞാലും എല്ലാവരും അന്നൊരു ദിവസം എനിക്കൊന്നും 10 മണിക്ക് ഇനോഗ്രേഷൻ തുടങ്ങി. ആളുകളുടെ ഒഴുക്ക് സംഗതി ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് 4 മണി വരെ ആൾക്കൂട്ടുണ്ടായിരുന്നു ആ ഓഫീസിൽ. എനിക്കൊന്നും അവിടെ കോഹിനൂർ ആ ഉള്ള ഏരിയയിൽ ആ സമയത്ത് ക്യാമ്പസ് കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ ക്യാമ്പസിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. പിന്നെ നമ്മളെ റിലേറ്റീവ്സിനേക്കാൾ കൂടുതൽ 1-2 പേരെ വന്നുള്ളൂ. ബാക്കി നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മൾ വളരാനായിരിക്കുന്ന വെൽവിഷേഴ്സായിരുന്നു കൂടുതലും നമ്മളെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ സ്ട്രെങ്ത്ത്. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലോ ഒരു ബിസിനസ്സിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലിയേക്കാളും വെൽവിഷേഴ്സാണ്. ആദ്യമായിട്ടൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടെക് ബൈ ഹാർട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ +2 മുതൽ ബിസിനസ് ചെയ്യായിരുന്നു. +2-ൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മണി മേക്കിംഗ് ആണ്. +2-ൽ ഞാൻ പഠിക്കുന്ന സമയത്താണ് കാലിക്കറ്റ് ഒരു ജുമാട്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ എനിക്ക് ബുക്ക് വായിക്കുമായിരുന്നു നന്നായിട്ട്. അപ്പോൾ പുസ്തകത്തിന് അന്ന് പൈസ കിട്ടില്ല. ബുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉപ്പ 15 രൂപയാണ് ഒരു ദിവസത്തെ ചിലവിന് തരിക, 15 രൂപ. അപ്പോൾ വൈകിട്ട് ചായ കുടിക്കണം എന്നുള്ള. അപ്പോൾ 12 രൂപയുടെ ചായക്ക് വരും, അന്ന് 8 രൂപ ചായയാണ്. അപ്പോൾ 8 രൂപ ചായ കുടിക്കും. ബാക്കി 7 രൂപ സേവ് ചെയ്തിട്ടാണ് പുസ്തകം വായിച്ച് പഠിക്കൽ. അന്ന് ഈ മാതൃഭൂമിയുടെ ലേഖനം, ഞാൻ ഈ രാഷ്ട്രീയ ലേഖനങ്ങളൊക്കെ വായിക്കലും അങ്ങനത്തെ ലോകലൊക്കെ വായിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വായിക്കുമായിരുന്നു. അങ്ങനെ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടാണ് അതിൻ്റെ ഈ യജുമാട്ടിൻ്റെ ഓണറിൻ്റെ മകൻ. അപ്പോൾ പറഞ്ഞു നീ എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ആ സമയത്ത് സ്കൂൾ സീസണാണ്, ഏപ്രിൽ മെയ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നോവലിൻ്റെ സെക്ഷനിൽ പോയിരിക്കും. അപ്പോൾ 2 മാസം സമയമുണ്ടല്ലോ. അപ്പോൾ ഓരോ ദിവസം ഓരോ പുസ്തകം വായിച്ച് അങ്ങനെ വായിക്കുമായിരുന്നു. പിന്നെ ഞാൻ പുസ്തകം വായിക്കാനെന്ന് മനസ്സിലാക്കി അവർ എന്നെ പിടിച്ച് സ്കൂട്ടികളെ സെക്ഷനിലേക്ക് ഇട്ട്. അങ്ങനെ ആ സമയത്ത് വായിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പെരുന്നാളൊക്കെ ആ സമയത്ത് വരുമല്ലോ. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഡ്രസ്സ് കൊടുക്കുമായിരുന്നു. എന്നിട്ട് കോലിക്കറ്റ് ഈ മാവറോട്ടിലല്ലേ വിരിക്കും. വിരിച്ചിട്ട് നമുക്ക് 300 രൂപ 200 രൂപക്കാണ് അന്ന് 3 സെറ്റ് L, X, M, L ഷർട്ട്. ഞാനിത് കാരണം വെച്ചാൽ ബിസിനസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ ചെറിയ പൈസക്ക് സാധനം മേടിച്ച് ഇതാക്കി എന്നിട്ട് അതിന് ലാഭം എടുക്കുക എന്നുള്ളതാണ്. 200 രൂപയ്ക്ക് 3 സെറ്റ് കൊടുക്കും, അവിടെ നിന്ന് വിൽക്കും. നമുക്ക് പകുതി കിട്ടുന്നത് ആ വർഷത്തെ പെരുന്നാളുടെ പൈസയായി. അതാണ് നമ്മളുടെ ബിസിനസ്സിന്. പിന്നെ ക്യാമ്പസിൽ വന്നപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് കാശ് മേടിക്കാറില്ല. എൻ്റെ ഫീസ് പോലും ഈ ഗ്രാജുവേഷനിലെ ഫീസ് പോലും സ്വമേധയാണ് അടച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിയിട്ട് നമ്മളത് അടക്കും. ചിലവിനൊക്കെ ഉള്ള പൈസ നമ്മൾ അന്ന് തിരൂരിൽ നിന്ന് സാധനം മേടിക്കുക, വിൽക്കുക, അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ സഹായിച്ചു കൊടുക്കും. മാർക്കറ്റിംഗ് ഇതിലൊക്കെ എന്തെങ്കിലും അന്ന് സോഷ്യൽ മീഡിയ ചെറിയ സാധനങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ഫോട്ടോഷോപ്പിൽ പോസ്റ്റർ ഉണ്ടാക്കി അങ്ങനെയൊക്കെയായിരുന്നു ബിസിനസ് രംഗത്ത് വന്നിരുന്നത്. പക്ഷേ
അന്നൊക്കെ ചെയ്തിരുന്നത് അന്നന്നത്തെ ചിലവിനുള്ളതോ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഒരു സർവൈവ് ചെയ്യാനുള്ളൊരു ബിസിനസ് മെൻറ്റാലിറ്റി മാത്രമാണ്. അതായത് വീട്ടുകളിൽ നിന്ന് മേടിക്കാതിരിക്കുക, അതായത് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ. ഞാനിപ്പോൾ എപ്പോഴും നമ്മളെ കൊളീഗ്സ് ആയാലും ഡിപ്പെൻഡൻസി കുറക്കുക എന്നുള്ളതാണ്, സെൽഫ് സഫീഷ്യൻ്റ് ആവുക എന്നുള്ളത്. ആ ഒരു മോട്ടീവിലാണ് നമ്മളെല്ലാം അന്ന് മുതലേ ചെയ്തത്. എൻ്റെ ഫാമിലി ഫാദറാണെങ്കിലും ആരുടെ മുന്നിലും കൈ നീട്ടരുത്, കുമ്പിട്ട് നിൽക്കരുത്. ഇതാണ് തിയറി ബേസിക്കലി. ആ തിയറിയുടെ ബേസിലാണ് ശരിക്കും ജോലിക്ക് പോലും പോകാതെ ക്യാമ്പസ് കഴിഞ്ഞ് നേരെ ഒരു കാരണം ജോലി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ്. വി ക്യാൻ ഓൺലി ലീവ് ഓർ വി ക്യാൻ ഗ്രോ ഓൺലി വിത്തിൻ ദ സിസ്റ്റംസ്. അപ്പോൾ നമ്മൾ ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ആ ലിമിറ്റേഷൻ നമുക്ക് കുറക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു സാലറി പേഴ്സൺ ആണെങ്കിലും ഹി ക്യാൻ ഓൺലി തിങ്ക് അബൌട്ട് ദാറ്റ് ഇൻ ബോക്സ്. 10 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന ആൾക്ക് 10 ലക്ഷം രൂപയുടെ ചിന്താഗതി ഉണ്ടാവുള്ളൂ, അല്ലേ? ഇപ്പോൾ 1 കോടി രൂപ സാലറി വാങ്ങുന്ന ആൾക്ക് 1 കോടിക്ക് അപ്പുറം ചിന്തിക്കാൻ കഴിയില്ല, അല്ലേ? പക്ഷേ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെ എൻ്റർപ്രണർക്ക് സംബന്ധിച്ചിടത്തോളം ഹിസ് വിഷൻ, ഹിസ് തോട്ട് വിൽ ബി ബിയോണ്ട് ദ സ്കൈ. അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും ചിന്തിച്ച് കൂട്ടാം. പക്ഷെ ഒരു എംപ്ലോയി എന്ന ലെവലിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ പുറത്താണ് ഞാൻ പറക്കുക എന്നുള്ള ഫ്ലൈ എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് ഇത്. അപ്പോൾ ഇതാണ് ബിസിനസ് രംഗത്ത് തുടങ്ങുന്ന സമയത്ത് അന്ന് ചെയ്തത് ഒരു മോട്ടീവൊന്നുമില്ല, നമ്മൾ സർവേ ചെയ്യുന്ന. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മോട്ടീവ് ഉണ്ട്, നമുക്കൊരു ഗോളുണ്ട്. ആ ഗോളെന്ന് പറയുന്നത് ഒരു വിഷൻ. ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഓരോന്നും ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ഓൾവേസ് ആൻ എൻ്റർപ്രണർ ലേൺ ചെയ്തുകൊണ്ടിരിക്കണം പുതിയ കാര്യം. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവോൾവ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ തുടങ്ങിയ 2019 2019. ഇപ്പോൾ ചലഞ്ചസ് ചോദിക്കാമെന്ന് പറഞ്ഞു. ചലഞ്ചസ് ഞാൻ അതിന് കൂടെ തന്നെ പറയാം. 2019 ഫെബ്രുവരി 20 തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ വർഷം ഒരു കുട്ടിയെ ജോയിൻ ചെയ്തു. വന്ന സമയത്ത് അവൻ്റെ അച്ഛൻ അമ്മ എൻ്റെ വിളിച്ചിട്ട് പറഞ്ഞു, BC 35 സപ്ലി ഉണ്ട്, ഒരിക്കലും പാസ്സാവില്ല. ഇവൻ അമ്മ അപ്പോൾ ഈ ഭാഗങ്ങളെ കുറിച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും, ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അമ്മയാണെങ്കിൽ ചേച്ചിയാണെങ്കിൽ നല്ല സാലറി മേടിക്കുന്നുണ്ട്, ടെക്നോ പാർക്കിൽ നല്ല സാലറി മേടിക്കുന്ന ഒരാളാണ്. ഇവൻ്റെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഒരു ഇതുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞു, നീ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ പോവാം. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വിഷൻ കിട്ടും, അങ്ങനെയായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യൂ. ബേസിക്കലി ഡിഗ്രി പേപ്പർ ഈസ് ഓൺലി എ പേപ്പർ. സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമുക്ക് എൻട്രി ബാരിയറിലേക്ക് ഒരു ടിക്കറ്റ് മാത്രമാണ്. നമ്മൾ ഒരു മൂവി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ മൂവി ടിക്കറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൂവി ടിക്കറ്റിൻ്റെ ഉള്ളിൽ കയറുന്ന വരെയുള്ളൂ. അതിനുശേഷം ടിക്കറ്റ് ഇല്ല, നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാന്നുള്ളൂ. അതുപോലത്തെ ഒരു ഡിഗ്രി പേപ്പർ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ഒരു ജോലിയെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് ഫസ്റ്റ് ഒരു ഇനീഷ്യൽ ഒരു പുഷ്, ബാക്കി നമ്മൾ അവിടെ എങ്ങനെ സർവേ ചെയ്യുന്നതനുസരിച്ചിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വന്നു, ആ ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആളാണ്. 48,000 ഫീസും അടച്ചു. അതായത് ഞങ്ങൾ ആദ്യത്തെ റവന്യൂ. അതിനുശേഷം 2019 കഴിഞ്ഞ് 2020 അന്ന് ക്യാമ്പസുകളിൽ ഞങ്ങൾ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ക്യാമ്പസുകളിൽ പോയിട്ട് സൈബർ സെക്യൂരിറ്റി ഹാക്കിംഗ് ഒരു ജോലിയാണോ? അല്ല, ഇതൊരു ക്രൈമായിട്ടാണ് വരുന്നത്. ക്രൈം. അത് ഹാക്കർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഹുഡിയൊക്കെ ഇട്ട് മറ്റേ സിനിമയിലൊക്കെ ഉണ്ടാകുന്ന ഹാക്കർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയമായിരുന്നു അന്ന്. ആ സിനിമയിൽ പിന്നെ ഈ തമിഴ് പടം രാഷ്ട്രപതിമാരുടെ ഇമെയിൽ ഹാക്ക് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ. പിന്നെ ഒരു ഇരുമ്പ് തിറ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. ഇരുമ്പ് തിറ ഇറങ്ങിയ സമയമായിരുന്നു അന്ന്. ആ സമയത്തൊക്കെ ഹാക്കർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഞാനിപ്പോഴും പറഞ്ഞൊരു സാധനം വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു ഇതല്ലാന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളന്ന് NCDRC നാഷണൽ സൈബർ ഡിഫൻസ് സെൻറ്ററിൻ്റെ കൊളാബ് ചെയ്തിട്ട് അവർക്ക് കേരളത്തിൽ ഇതുവരെ ഒരു കോൺഫറൻസ് നടത്തിയിട്ടില്ല. അപ്പോൾ ഞാനന്ന് ക്യാമ്പസിൽ ഇറങ്ങിയ സമയം എൻ്റെ ഒരു ഭയങ്കര മെൻറ്ററായിട്ടുള്ള സാറാണ് അപ്പോൾ പ്രിൻസിപ്പൾ. അപ്പോൾ അവർക്ക് ടെക്കിപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. വൈസ് ചാൻസലർ ആണെങ്കിൽ ശശി സാർ എന്ന് ലതാ മാം പോയി. ശശി സാറാണെങ്കിൽ ഞങ്ങളുടെ ഭയങ്കര ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ സാറിന് VC ചാർജ് കിട്ടി. അപ്പോൾ സാറിനെ പോയി കണ്ടു. ഇവിടെ പരിപാടി നടത്താമെന്ന് പറഞ്ഞു. അവർ ആ സെമിനാർ കോംപ്ലക്സിൽ ഞങ്ങൾ 3 ദിവസം ഞങ്ങൾ ആദ്യം ചോദിച്ചു, ഞങ്ങൾ സ്റ്റുഡൻസിനായിരുന്നില്ല, കേരളത്തിൽ 500ഓളം ഫാക്കൽറ്റിനെ വിളിച്ചു വരുത്തിയിട്ട് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, ഈ ടോപ്പിക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമ്മളൊരു പ്രോഗ്രാം 500 ഫാക്കൽറ്റീസിനായിട്ട് പരിചയപ്പെട്ടു. പിന്നെ കോളേജിലുടനീളം നമുക്ക് മാർച്ച് 1, 2, 3 അതായിരുന്നു 2019 മാർച്ച് 1, 2, 3 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. NCDRC നാഷണൽ സൈബർ ഡിഫൻസ് കോൺഫറൻസ് NCDRCയുടെ കീഴിൽ നമ്മൾ NCDC കേരള ചാപ്റ്റർ തുടങ്ങി 2019. അത് നല്ല ആൾക്കാർക്കൊന്ന് അവയർനെസ് കൊടുക്കാൻ പറ്റി. 2019 കഴിഞ്ഞു. 19 കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള ബജറ്റും പ്ലാനൊക്കെ ഉണ്ടാക്കി. ഇത്ര വർഷം ആക്കണം. നമുക്കൊന്ന് 18ഓളം സ്റ്റുഡൻസ് പിറ്റത്തെ വർഷം ഉണ്ടായി. 2020 എല്ലാം പ്ലാൻ ചെയ്ത് ടീമിന് ഈവൻ ഞങ്ങൾക്കന്ന് HR ഇല്ല, ഞങ്ങൾക്കന്ന് ഫാക്കൽറ്റി എന്ന് പറയുന്നത് റസൽ സാർ മാത്രം. റസൽ സാർ നമ്മളൊരു ഫ്രണ്ടാണ്, പുള്ളി ഇവിടുന്ന് പഠിച്ച് അങ്ങനെ ഡെവലപ്പ് ചെയ്ത്. സെയിൽസിലുള്ള മാർക്കറ്റിങ്ങിലോ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, എല്ലാം ഞാനും ശ്രീനാഥും റസലും. HR ഞാൻ. അപ്പോൾ ശ്രീനാഥും ഞാനും HR ആണ്. ആരാണ് സെയിൽസ്? ഞാൻ. ശ്രീനാഥും സെയിൽസാണ്. ഫാക്കൽറ്റി ആരപ്പോൾ റസൽ.
പിന്നെ ആകെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഫസ്റ്റ് ഹയറിംഗ് എന്ന് പറഞ്ഞാൽ ഗ്ലേസി തോമസ് എന്ന് പറഞ്ഞാൽ ഗ്ലേസി വർഗീസ് അങ്ങനെ ഗ്ലേസി എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു ഫസ്റ്റ് സ്റ്റാഫ്. അപ്പോൾ ഇതെല്ലാം അപ്പോൾ ഞങ്ങൾ ആദ്യം പഠിച്ചത് എങ്ങനെയാണ് ഒരു സ്ഥാപനം റൺ ചെയ്യുന്നത്. ഞങ്ങൾ കോണ്ടന്റിനേക്കാളും കൂടുതൽ കുട്ടികൾ വരണം, സ്ഥാപനം വലുതാവണം. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് വിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ വലുതാക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ വലുതാക്കുന്ന സമയത്ത് കുറേ ഓർഗനൈസേഷനിൽ പോകും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയാൻ വേണ്ടി. അപ്പോൾ HR എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞ പോസ്റ്റ്. സെയിൽസ് കൂട്ടുക എന്ന് പറയുന്നത് ഒരു ഓണർമാരല്ല, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് അല്ല, അതിനൊരു സെയിൽസ് എന്ന് പറഞ്ഞ ആളുണ്ട്. നമുക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടീമാണ് എന്നൊക്കെ നമ്മൾ ഓരോന്ന് പഠിച്ച് ഇങ്ങനെ ഓരോന്ന് ഹയർ ചെയ്യുന്ന സമയത്താണ് കോവിഡ് വന്ന് ഞാൻ അങ്ങനെ നോക്കി നിൽക്കുക. ഞാനും ശ്രീനാഥും കുറച്ചു നേരം കാലം നോക്കിയെന്നാൽ മനസ്സിലാവില്ല എന്ന് മനസ്സിലായി. കാരണം ക്ലാസ് ഇല്ല, ഞങ്ങൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഇല്ല. അപ്പോൾ എല്ലാം നിന്ന് ഓൺലൈനിൽ നോക്കിയിട്ട് ഓൺലൈനിൽ നിന്ന് പഠിപ്പിക്കാനുള്ളൊരു അന്ന് ഓൺലൈൻ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പോലും അറിയില്ലായിരുന്നു. അന്ന് ഓൺലൈൻ മീറ്റിംഗ് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. പിന്നെ 2000 ചലഞ്ച് എന്ന് പറയുമ്പോൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 2020 മാർച്ച് 25 മുതലാണ്. മാർച്ച് 22 എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ട്രയൽ ലോക്ക്ഡൗൺ നടത്തി. പിന്നെ 3 ദിവസം കഴിഞ്ഞ് ലോക്ക്ഡൗൺ നടത്തി. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് കാരണം കൺസൾട്ടേഷൻ ആയിരുന്നല്ലോ ഞങ്ങളൊരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അന്ന് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ഇന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു വർക്ക് ഓർഡർ തരുന്നത്, ഒരു വലിയൊരു വർക്ക് ഓർഡർ തരുന്നത് ഇന്നിപ്പോൾ വലിയൊരു സ്റ്റാർട്ടപ്പായിട്ടുള്ള ഓട്ടോമോട്ടോയുടെ ഫൗണ്ടറായിട്ടുള്ള ശ്രീരാജായിരുന്നു. ശ്രീരാജിനെ കണ്ടെത്തിയതും ഒരു ചായക്കടയിൽ നിന്നാണ്. ചലഞ്ച് ഈസ് ഓൾവേസ് എ ലേണിംഗ്. ആ ലേണിങ് ചലഞ്ച് വന്നു എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കാതെ ലേൺ ചെയ്തിട്ട് ഓവർകം ചെയ്ത് പോകുക എന്നുള്ളതാണ്. പിന്നെ 2 years എടുത്തു. 2020 കഴിഞ്ഞ് 21 നവംബറിലാണ് നമ്മൾ ഈസി കൗൺസിലായിട്ട് കൊളാബ് ചെയ്യുന്നത്. ടെക് ബൈ ഹാർട്ടിൻ്റെ കോർ മിഷൻ ആൻഡ് വിഷൻ എന്തൊക്കെയാണ്? കോർ മിഷൻ ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ തുടങ്ങിയ തന്നെ കൺസൾട്ടേഷൻ തുടങ്ങിയ സ്കിൽ എന്തായിരുന്നു ഞങ്ങളുടെ പ്രോബ്ലം. എവറി സ്റ്റാർട്ടപ്പ്, എവറി എൻ്റർപ്രണർ, എവറി ബിസിനസ് ഈസ് എ സൊല്യൂഷൻ ഫോർ എ പ്രോബ്ലം. സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഞങ്ങൾ അന്നത്തെ പ്രോബ്ലം കൺസൾട്ടേഷൻ തുടങ്ങാൻ സ്കിൽഡ് പ്രൊഫഷണൽസ് ഇല്ല, ഇവിടെ ലോക്കലി അവൈലബിൾ അല്ല. സൈബർ സെക്യൂരിറ്റി ആയിരുന്നു ഞങ്ങളുടെ കോർ ആയിരുന്നെങ്കിൽ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിനെ കിട്ടാനില്ല. അത് വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് കിട്ടാനില്ല? സൈബർ സെക്യൂരിറ്റി കിട്ടാൻ പ്രശ്നം, നമ്മളിത് പഠിപ്പിക്കാൻ നല്ലൊരു മെൻറ്റേഴ്സ് വേണം, മാർക്കറ്റിലെ ആളുകൾക്ക് അവയർനെസ് വേണം, അല്ലേ? അപ്പോൾ ഇത് രണ്ടും ആളുകൾ അവെയർ ചെയ്യുക, അതായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ കടമ. അതിന് സെമിനാർസ്, വർക്ക്ഷോപ്പ്, സൈബർ സ്മാർട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാംസൊക്കെ വഴി നമ്മൾ കുറേ ആക്ടിവിറ്റി ചെയ്തു. എന്നിട്ട് ആളുകൾക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി പഠിപ്പിച്ചു കൊടുത്തു. എനിക്കൊന്ന് ആ സമയത്തൊക്കെ സൈബർ സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഞങ്ങളല്ലാതെ സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ ഞങ്ങൾ മാത്രമായിരുന്നു. എനിക്കൊന്നാണ് പരിചയത്തിൽ. അതിനുശേഷം ഇപ്പോൾ ഒരുപാട് പേര് വന്നു, പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കോർ മിഷൻ എന്ന് പറയുമ്പോൾ സ്കിൽഡ് പ്രൊഫഷണൽസിനെ ഇന്ന് കിട്ടാനില്ല. ഇപ്പോൾ ഒരുപാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വന്ന് കുറേ സ്കിൽഡ് കോഴ്സസ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ മിഷൻ എന്ന് പറഞ്ഞാൽ 2030-2040 ആ സമയത്ത്, അതായത് ഇൻഡസ്ട്രി 4 അല്ലെങ്കിൽ ഇൻഡസ്ട്രി 5, ഈ സമയത്ത് ഈ ഇൻഡസ്ട്രീസിനെല്ലാം ഡിമാൻഡ് എന്താണ്, ആ ഡിമാൻഡിന് വേണ്ട പ്രൊഫഷണൽസിനെ ഇന്നേ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ AI ഇൻ സൈബർ സെക്യൂരിറ്റി നമ്മൾ 2023 പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്, റിസർച്ച് ചെയ്ത് തുടങ്ങിയതാണ്. കാരണം AI എല്ലായിടത്തും വരുന്നത്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി AI വരണം. ഇപ്പോഴും പല ഇതിൽ AI ഇൻ സൈബർ സെക്യൂരിറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ് വരാൻ. എനിക്ക് തോന്നുന്നു UK-യിലുള്ളൊരു യൂണിവേഴ്സിറ്റി മാത്രമാണ് അതിനെക്കുറിച്ച് റിസർച്ച്. ഈവൻ IBM പോലും നമ്മൾ അതിൽ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് അതിൽ പല ഹാക്കത്തോൺസ് നടത്തിയിട്ട് ഇപ്പോൾ സൊല്യൂഷൻ കണ്ടു. കാരണം സൈബർ സെക്യൂരിറ്റി ഈസ് ഓൾവേസ് ഇവോൾവിങ്, AI ഓൾസോ ഇവോൾവിങ്. ഈ രണ്ട് ഇവോൾവിങ് ചെയ്യുന്ന സെൻ്റെ ഒരു ഫ്യൂഷൻ കോഴ്സസ്, നമുക്ക് ഫ്യൂഷൻ ടെക്നോളജി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഫ്യൂഷൻ കോഴ്സസ് ഇപ്പോൾ എല്ലാം ഫ്യൂഷനാണ്. AI എല്ലാത്തിലേക്കും അഡാപ്റ്റ് ചെയ്ത് വരുന്നു. അതുപോലെ തന്നെ മറ്റ് പല പുതിയ ഡൊമൈൻസ് വരുന്നു, ജനറേറ്റീവ് AIs വരുന്നു. അപ്പോൾ ആ ഡാറ്റ ഡ്രിവൺസ് ആയിട്ടുള്ള പോലെ പല കാര്യങ്ങളും വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ടൈപ്പിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ, കോണ്ടന്റ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞ ആളുകളുടെ ഡിമാൻഡ് കുറഞ്ഞു, അല്ലേ? ഡിമാൻഡ് കുറഞ്ഞെന്താ? ജനറേറ്റീവ് AIs വന്നു ഡിമാൻഡ്. അപ്പോൾ അവർ വന്നപ്പോൾ കുറച്ചുകൂടിയും ഇപ്പോൾ ഒരു 10 കോപ്പി റൈറ്റേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഏജൻസി, ഒരു മാർക്കറ്റിംഗ് ഏജൻസിയിൽ ഇന്ന് 2-3 പേര് മതി, ബാക്കി പണി AI എടുക്കും. അതായത് ഇൻഡസ്ട്രി, നമ്മൾ എപ്പോഴും ഇവല്യൂഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ സ്കിൽഡ് ഏതൊരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സ്കിൽഡ് നിൽക്കുന്ന സമയത്ത് ഇൻഡസ്ട്രി റെവല്യൂഷനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ വേണം. ഇൻഡസ്ട്രി റെവല്യൂഷൻ നമ്മൾ മിഷന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തൊരു കാര്യത, വാട്ട് ഈസ് ഇൻഡസ്ട്രി റെവല്യൂഷൻ? വ്യാവസായിക വിപ്ലവം നമ്മൾ പണ്ട് സോഷ്യൽ സയൻസിൽ പഠിക്കും. ഇൻഡസ്ട്രി 1 എന്ന് പറയുന്നത് ശരിക്കും അന്നത്തെ ഏറ്റവും വലിയ അതായത് ഓരോ ഇൻഡസ്ട്രി റെവല്യൂഷൻ കഴിയുമ്പോൾ നമ്മൾ പണിയെടുക്കുന്ന സമയം കുറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ടത്തെ ആളുകൾ 18 മണിക്കൂർ ജോലി ചെയ്യുമായിരുന്നു, അല്ലേ? ആ ഇൻഡസ്ട്രി 1 ആയപ്പോൾ ആവിയന്ത്രം കണ്ടുപിടിച്ചു.
ആഭ്യന്തരം കണ്ടുപിടിച്ചപ്പോൾ എന്തായി, കൈപ്പണി കുറഞ്ഞു, ഹ്യൂമൻ എഫേർട്ട് കുറഞ്ഞു. അന്നത്തെ ആൾക്ക് പിന്നെ അത് ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞപ്പോൾ വർക്കിംഗ് അവേഴ്സ് 14-13 മാറി. പിന്നെന്താ കണ്ടുപിടിച്ചേ? ചക്രത്തിൻ്റെ അല്ല, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചപ്പോൾ എല്ലാം ഇലക്ട്രിഫൈ ചെയ്യാന്നുള്ളതായിരുന്നു അന്നത്തെ ഒബ്ജക്റ്റീവ്. വർക്കിംഗ് അവേഴ്സ് 12 കുറഞ്ഞു. ഇൻഡസ്ട്രി 3 എന്താ കണ്ടുപിടിച്ചേ? അറിയില്ല. കമ്പ്യൂട്ടർ സയൻസിലായിരുന്നാ? അതിലുണ്ടല്ലോ, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്യാന്നുള്ളത് ഇൻഡസ്ട്രി 3 ആയപ്പോൾ. ഇൻഡസ്ട്രി 4 ആയപ്പോൾ എയുടെ കുറച്ച് ഓട്ടോമേറ്റ് ചെയ്യുക, ERPs CRMs ഒക്കെ ഇൻഡസ്ട്രി 4 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്കിംഗ് അവേഴ്സ് എത്രയായി? 8 മണിക്കൂറായിപ്പോൾ. ഇൻഡസ്ട്രി 5 എന്ന് പറയുമ്പോൾ അതായത് ഹ്യൂമൻ എഫേർട്ട് കുറയും. മനുഷ്യരെ മടിയന്മാരാക്കുക, മനുഷ്യനെടുക്കുന്ന എഫേർട്ട് യന്ത്രങ്ങളെടുക്കും എന്നുള്ളതാണ് ഇൻഡസ്ട്രി റെവല്യൂഷൻ്റെ കോൺസെപ്റ്റ്. ഈ ഇൻഡസ്ട്രി റെവല്യൂഷൻ്റെ കോൺസെപ്റ്റിനനുസരിച്ച് തന്നെ നമ്മളുടെ പ്രൊഫഷണൽസ് മാറിക്കൊണ്ടിരിക്കണം, എക്സ്പെക്റ്റ് ചെയ്യണം. ഇനി 5 മണിക്കൂറാണ് വർക്കിംഗ് അവേഴ്സ് 5 മണിക്കൂറാവും. ബാക്കി പണി ആരെടുക്കും? അല്ല, മെഷീൻസ് എടുക്കും. എന്ന് പറയുന്നത് ഒരു മെഷീൻസ് ആണല്ലോ, മെഷീനാണല്ലോ കോൺസെപ്റ്റ് ആണെങ്കിൽ മെഷീൻസ് എടുക്കും. നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇതാണ്. അപ്പോൾ നമ്മൾ കോർ വിഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത സമയത്തും ഇതന്നെ തീരുമാനിച്ചത്. ഇൻഡസ്ട്രി 5 എന്താണോ ആളുകളുടെ, കാരണം ഇൻഡസ്ട്രി 3-ന്ന് 4-ന്ന് 5 ഗ്യാപ്പ് 2030 ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കോവിഡാണ് ആക്സിലറേറ്റ് ചെയ്തത്. 2024-25 ആയപ്പോൾ ഇൻഡസ്ട്രി 5 എത്തി. കാരണം എല്ലാവരും ഓൺലൈൻ പഠിക്കും. എപ്പോഴാണ് ആളുകൾ ആപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യരുടെ സ്വഭാവം മാറിയത് എപ്പോഴാണ്? നമ്മളുടെ ആളുകളുടെ സ്വഭാവം മാറി തുടങ്ങിയത് 2020 മാർച്ച് 25-നും ഏപ്രിൽ 25-നും. ആ 30 ദിവസം നമ്മൾ വീട്ടിലിട്ടു. ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും കണക്ട് ചെയ്താൽ മതി എന്നുള്ള ഒരു ത്വര, ആ ഒരു എന്താ പറയുക, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ വെറുതെ ഇരിക്കില്ലേ, 16-17 മണിക്കൂർ പണിയെടുത്ത് ആപ്പുകൾ ഇറക്കുന്നു, കണക്ട് ചെയ്യുന്നു. കാരണം ഹ്യൂമൻ ഈസ് ഓൾവേസ് എ സോഷ്യൽ പേഴ്സൺസ്. സോഷ്യലൈസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അതാണ് ഇതിലെല്ലാം. അപ്പം എന്താ വെച്ചാൽ ഈ AI ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ 2010-5 മുതൽ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലും കുറച്ചുകൂടി ആക്സിലറേറ്റ് ചെയ്ത് അതിന് ഫുൾഫില്ലായി തുടങ്ങിയത് കോവിഡിന് ശേഷമായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഞങ്ങൾ വിഷ്വൽ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടി. എന്ത് നെക്സ്റ്റ് ഇൻഡസ്ട്രി 5 എന്ന് പറഞ്ഞാൽ 2030-35 നടക്കേണ്ടത്. ഇപ്പോൾ 2026 ആണ്. എനിക്ക് അതിലും കൂടുതൽ ആളുകളെ ആവശ്യമുണ്ട്, പുതിയ ആളുകളെ ആവശ്യമുണ്ട്. ആളുകൾ ഔട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞാനൊരു സാമ്പിൾ പറയാം. പണ്ട് ഇവിടെ ഓട്ടോറിക്ഷയ്ക്കെതിരെ സമരം നടത്തിയിരുന്നു, എറണാകുളം സിറ്റിയിൽ, കളമശ്ശേരിയിൽ, എടപ്പള്ളിയിലോ. എന്തുകൊണ്ടറിയോ? അന്ന് സൈക്കിളിലായിരുന്നു ആളുകൾ, ഈ സൈക്കിൾ റിക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് സമരം ചെയ്തു. ആളുകളുടെ പ്രശ്നം എന്താ? അവരുടെ തൊഴിൽ പോകും. എന്തുകൊണ്ടാണ് അവർ തൊഴിൽ പോകുന്നത്? അവർ ഓട്ടോ ഓടിക്കാൻ പഠിക്കാൻ തയ്യാറല്ല. ഓട്ടോ ഓടിക്കാൻ പഠിക്കാൻ തയ്യാറല്ലാത്തതും, അതായത് ആളുകൾ ഇവോൾവ് ചെയ്യാൻ തയ്യാറല്ല, കാലത്തിനനുസരിച്ച് മാറുക എന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ടെസ്റ്റർ എന്ന് പറഞ്ഞ ജോബ് അത് കൂടുതൽ ഓട്ടോമേറ്റ് ചെയ്ത് തുടങ്ങി, സോഫ്റ്റ്വെയർ ടെസ്റ്റർ എന്നുള്ള. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ AI വന്നു ഞങ്ങൾ ജോലി പോയി എന്നാണ് പറയുന്നത്. അങ്ങനല്ല, AI വന്നു, ആ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ ഞാൻ തയ്യാറായില്ല, അതുകൊണ്ട് എൻ്റെ ജോലി പോയി. അത് പഠിക്കാൻ ഞാൻ തയ്യാറായില്ല. പഠനം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് നിലക്കാത്ത പ്രോസസ്സാണ്. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി റെവല്യൂഷൻ്റെ ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുക. അന്നത്തെ ഡിമാൻഡിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ്. ഞാൻ എപ്പോഴും പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ സ്കിൽ, നമ്മളെല്ലാം ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ സ്കില്ല് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് വിൽക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനെപ്പോഴും എൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറയുന്നത് ഔട്ട്റോൾ എന്ന് പറയും. ഞാൻ പണ്ട് നമ്മൾ കൊളീഗ്സ് ആയാലും നമ്മൾ ഫ്രണ്ട്സിനോട് പറഞ്ഞു. അപ്പോൾ ഒബ്സർവേഷൻ, അപ്ഡേഷൻ ആൻഡ് ടൈംലി എക്സിക്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഞാനെപ്പോഴും. നമ്മളെപ്പോഴും മാർക്കറ്റ് ഒബ്സർവ് ചെയ്യും. നമ്മൾ ജോലിയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മാർക്കറ്റ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ടൈമിലി കാര്യങ്ങൾ നമ്മൾ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് മിഷൻ. നമ്മൾ കോർ വിഷൻ എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി റെവല്യൂഷനിൽ നമുക്ക് വേണ്ട പ്രൊഡക്ട്സിനെ ഇപ്പോഴേ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്.